പ്രിയമുള്ള IPC വിശ്വാസികളെ, ദേവദാസന്മാരെ, കഴിഞ്ഞ ദിവസം, അതായത് 3-ാം തീയതി, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കിടക്കുന്നതുകൊണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഒരു മീഡിയേറ്ററായി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ IPCയെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാനും നിലനിർത്തുവാനും അദ്ദേഹം ഒട്ടനവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരു കൂട്ടരെയും വിളിച്ച് ഒരു പൊതുധാരണയിലെത്തുവാൻ ആ ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി. അങ്ങനെ വിളിച്ചപ്പോൾ എതിർഭാഗം പറഞ്ഞത് IPCയുടെ നിലവിൽ ജനറൽ പ്രസിഡന്റ് ഡോക്ടർ വത്സൻ എബ്രഹാമാണ്. അദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സമയം കൂടെ നോക്കി 3-ാം തീയതിയിലേക്ക് വിളിക്കാം എന്നുള്ള നിലയിൽ ആ ഒരു ഉറപ്പ് കൊടുത്തു. എന്നാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന മഹാപ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഡോക്ടർ വത്സൻ എബ്രഹാം 3-ാം തീയതി വെറും ഒരു കല്യാണത്തിന് വേണ്ടി പോവുകയും ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജി വിളിച്ച ആ മീഡിയേഷനിൽ പങ്കെടുക്കാൻ കഴിയാതെ ആ ഡേറ്റ് മാറ്റിവെക്കുകയും ചെയ്യുകയുണ്ടായി. ഓർക്കുക, ഡോക്ടർ വത്സൻ എബ്രഹാമിനെ സംബന്ധിച്ച് IPC അല്ല വിഷയം, ഒരു കല്യാണമാണ്. ഇത് പറയുമ്പോഴാണ് കൊതിയനായ ഏശാവിനെ നമ്മൾ ഓർക്കുന്നത്. അതവിടേക്കുണ്ട്. എന്തായാലും IPCയെ ഒരു വിധത്തിലും വിട്ടുതരില്ല എന്ന് ശപഥമെടുത്തുകൊണ്ട് ഡോക്ടർ വത്സൻ നടത്തുന്ന കളികൾ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഒരു ഭരണഘടനാ ഭേദഗതി ഇനി ഉണ്ടാകണമെങ്കിൽ ഒരു ജനറൽ ബോഡി വിളിച്ചേ തീരൂ. ആ ജനറൽ ബോഡി വിളിക്കാതിരിക്കാൻ എല്ലാ അടവ് നയവും ഡോക്ടർ വത്സനും അയാളുടെ ഉപാജപ സംഘങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ആവശ്യമെങ്കിൽ ഇവർ നടത്തുന്നതായ കോടികൾ വിദേശത്തുനിന്ന് പിരിച്ചുകൊണ്ട് നടത്തുന്ന IPCയുടെ കൺവെൻഷൻ എന്ന് പേര് പറയുകയും പിന്നീട് അത് വീഡിയോ ഇട്ട് അമേരിക്കയടക്കം ഉള്ള രാഷ്ട്രങ്ങളിലെല്ലാം IGOയുടെ മഹാസമ്മേളനമാണ് എന്നുള്ള നിലയിൽ മാറ്റുന്ന അത് നമ്മൾ വിട്ടുകൊടുക്കുകയും ഈ കൺവെൻഷനിൽ IPCയെ സ്നേഹിക്കുന്ന എല്ലാ ദൈവജനങ്ങളും ദൈവദാസന്മാരും ഈ കൺവെൻഷനിൽ നിന്ന് ബഹിഷ്കരിച്ച് വിട്ടു നിൽക്കണം എന്നാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ അഭ്യർത്ഥന.